ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 1-ാമത്തെ ഭാഗം നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. 2-ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവകൃപാലുവായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഗം 1-ൽ പരാജിതനായ ഒരു ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ കാരണങ്ങൾ ആദ്യ ഭാഗത്ത് തന്നെ ഞാനത് സൂചിപ്പിക്കുവാനായിട്ടിടയായി. ദാവീദ് തൻ്റെ തീരുമാനത്താൽ പല കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സ്വന്തം ബുദ്ധിയിൽ താൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ തൻ്റെ ആത്മീയമായ അല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയും പാതി വഴിയിൽ തടസ്സപ്പെടുകയും പല നഷ്ടങ്ങളും പല ഭാരങ്ങളും തൻ്റെ ജീവിതത്തിൽ കടന്നു വരികയൊക്കെ ചെയ്തത് ഭാഗം 1-ൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ടിടയായിട്ടുണ്ട്. ഞാൻ ആ ഭാഗം 1-ൽ കുറിവാക്യമായി വായിച്ച ആ വേദഭാഗം ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അവിടെ മുതലാണ് ദാവീദിന് ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് തനിക്ക് ഉണ്ടാകുന്നത്. അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ശ്രദ്ധിച്ച ഭാഗം നമ്മൾ മനസ്സിലാക്കിയാൽ, അതിനു മുൻപ് ഭയപ്പെടേണ്ട ഒരു ഭയം, ദൈവത്തെ ഭയപ്പെടേണ്ട ഒരു ഭയം തൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ലാഘവമായ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള സ്വന്തം ബുദ്ധിയിൽ ഊന്നിയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ദാവീദ് ആദ്യം മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടാകേണ്ട ഒരു ഭയം ദാവീദിന് ഉണ്ടാകുവാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ, അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ദൈവഭയം ദാവീദിന് ഉണ്ടാകുവാനായിട്ടിടയായി. അതിൻ്റെ അർത്ഥം, അന്ന് വരെ ഭയപ്പെടേണ്ടതുപോലെ ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇന്നും പല ദൈവമക്കളുടെയും പ്രശ്നം, ഭയപ്പെടേണ്ടതുപോലെ, ഉൾക്കൊള്ളേണ്ടതുപോലെ, മനസ്സിലാക്കേണ്ടതുപോലെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനോ ഭയപ്പെടുവാനോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവം ദാവീദിനെ അല്ലെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ, തൻ്റെ പവറിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, തൻ്റെ അധികാരത്തെക്കാൾ വലിയ അധികാരമുള്ളവനായി ദൈവം ഇടപെട്ടപ്പോൾ, അവിടെ യഥാർത്ഥത്തിൽ ദാവീദിന് യഹോവയുടെ മേൽ ഒരു വലിയ ഭയം ഉണ്ടാകുവാനായിട്ടിടയായി. ഇന്ന് ദൈവസഭയ്ക്കാകട്ടെ ദൈവമക്കൾക്കാകട്ടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവഭയം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം സ്റ്റഡിയാകണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടകം നമ്മളോട് കൂടെ കൊണ്ടുവരണമെങ്കിൽ, പെട്ടകം എത്തേണ്ടിടത്ത് എത്തണമെങ്കിൽ, തീർച്ചയായിട്ടും ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ദാവീദ് പറയുന്നു, അന്നു മുതൽ ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പെട്ടകം
എങ്ങനെ കൊണ്ടുവരേണ്ടു. ഈ ഭയം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഒരു ചോദ്യം ഉയരുകയാണ്. എങ്ങനെ ഞാൻ ഈ പെട്ടകം കൊണ്ടുവരണം? ഇതിനു മുൻപ് ഫസ്റ്റ് പാർട്ട് 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളോ അങ്ങനെയുള്ള ഒരു സംശയമോ ഒന്നുമില്ല. കാരണം ആ ആദ്യത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വയബുദ്ധിയിൽ ഊന്നിക്കൊണ്ട് തൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആത്മീയമായ കാര്യങ്ങളെ, ദൈവികമായ കാര്യങ്ങളെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നോക്കിക്കേ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, യഥാർത്ഥമായ ദൈവ ഭയം തന്നിൽ ഉളവായി കഴിഞ്ഞപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ എങ്ങനാണ് ഈ പെട്ടകം ഹല്ലേലൂയ കൊണ്ടുവരേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഈ പെട്ടകത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഈ പെട്ടകത്തെ നയിക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും പൂർണ്ണരല്ല. നമ്മൾ അപൂർണരാണ്. അപൂർണരായ നമ്മൾ പൂർണ്ണനായ ദൈവത്തോട്, കർത്താവേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? എൻ്റെ ആത്മീയ ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? എൻ്റെ ശുശ്രൂഷയെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? എൻ്റെ കൃപാവരങ്ങളെ ഞാൻ എങ്ങനെ ഹല്ലേലൂയ വഴിയിൽ വീഴാതെ, വഴികൾ നഷ്ടപ്പെടാതെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുവാൻ അവൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ ഒരു ഇടവേള ദാവീദ് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാവീദ് അല്ലെങ്കിൽ ഓബേദെദോമിന്റെ വീട്ടിലേക്ക് ഈ പെട്ടകത്തെ കൊണ്ടുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം താൻ കടന്നുപോയി 3 മാസം പെട്ടകം ഓബേദെദോമിന്റെ വീട്ടിലിരിക്കുകയാണ്. ദാവീദിന് പെട്ടെന്ന് അറിവ് കിട്ടി. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, 3 മാസം കൊണ്ട് ഇതുവരെയും ഹല്ലേലൂയ ലഭിച്ചിട്ടില്ലാത്തതിനേക്കാൾ അധികമായ അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, നന്മകൾ ഓബേദെദോമിന് ലഭിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ ലഭിക്കുന്നു എന്ന് ദാവീദിന് അറിവ് കിട്ടുവാനായിട്ടിടയായി. പെട്ടെന്നാണ് ദാവീദ് പെട്ടകത്തെക്കുറിച്ച് വീണ്ടും ഹല്ലേലൂയ ചിന്തിച്ച്, എത്രയും പെട്ടെന്ന് ഈ അനുഗ്രഹത്തിൻ്റെ പെട്ടകം എത്തിക്കേണ്ടിടത്ത് എത്തിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് എന്താണ് വഴി, ഹല്ലേലൂയ അതിനെന്താണ് ഹല്ലേലൂയ മാർഗമെന്ന് ചിന്തിച്ചപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഭാവനയിൽ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ താൻ ദൈവവചനം തിരിഞ്ഞൊന്ന് വിചിന്തനം ചെയ്തപ്പോൾ തനിക്ക് മനസ്സിലായി, വണ്ടിയോ ആരാവാരമോ ഹല്ലേലൂയ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സോ ഒന്നുമല്ല പെട്ടകം എത്തിക്കേണ്ടതിന് കാരണം. പെട്ടകം എത്തിക്കേണ്ടതിന് അതിന് ഉപോത്ബലകമായി നിൽക്കുന്നത് ഇതൊന്നുമല്ല അതിന് കാരണമായി നിൽക്കുന്നത്. അതിനേക്കാൾ അപ്പുറമായി വ്യവസ്ഥ പ്രകാരം, ദൈവവചനപ്രകാരം ഈ പെട്ടകത്തെ കൊണ്ടുവരേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്ന് ദാവീദിന് മനസ്സിലാകുവാനായിട്ടിടയായി. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രകാരം ആ പെട്ടകത്തെ കൊണ്ടുവരുവാനായിട്ട് ദാവീദ് ഹല്ലേലൂയ ചിന്തിക്കുവാനായിട്ടിടയായി. അവിടെ ഒരു മാനസാന്തരം ദാവീദിനുണ്ടായി. അവിടെ അവനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. അവിടെ ഒരു മാറ്റമുണ്ടായി. നോക്കിക്കേ, 9-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുവാനായിട്ടിടയായി. അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ എങ്ങനെയാണ് ഇനി കൊണ്ടുവരേണ്ടത്? എൻ്റെതായ രീതിയിലൊക്കെ ശ്രമിച്ചു, പക്ഷേ പാതി വഴിയിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, എനിക്ക് നീ ഹല്ലേലൂയ വിധേയപ്പെട്, എൻ്റെ വചനത്തിന് വിധേയപ്പെട്, എൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്. ഹല്ലേലൂയ വിജയകരമായി കൊണ്ടുവരുവാൻ നിനക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമുക്കറിയാം ദാവീദ് പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി വരുന്നു. നമുക്കറിയാം ഇപ്പോൾ പഴയതുപോലെ വണ്ടികളില്ല,
ആരാവാരങ്ങളില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവൻ പെട്ടകം ചുമക്കുവാനായിട്ട് താൻ ചിലരെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി. തിരഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ ഗോത്രത്തിൽ നിന്ന് ചിലരെ പെട്ടകം ചുമക്കുവാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ താൻ ഹല്ലേലൂയ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. മുന്നത്തേതിലും വളരെ വ്യത്യാസമായിട്ടാണ് ദാവീദ് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുമ്പോൾ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ആമേൻ, അവിടെ അവൻ പെട്ടകത്തെ ചുമന്നു. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം നോക്കിക്കേ, ആമേൻ, അവിടെ ഒരു ബലി ആമേൻ അർപ്പിക്കുകയാണ്, ആരാധന നടത്തുകയാണ്. നേരത്തെ ഈ ആരാധനയൊന്നുമില്ല, ബലിയൊന്നുമില്ല, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ അങ്ങനല്ല, ആമേൻ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട കാര്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആമേൻ ദാവീദ് ചെയ്യുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി. നോക്കിക്കേ, അവിടെ ദാവീദ് സ്തോത്രം നേരത്തെ രാജകീയ വസ്ത്രമൊക്കെ ധരിച്ച് വന്നിരുന്നത്, തൻ്റെ പ്രൗഢിക്കനുസരിച്ച് വന്നത്. ഇപ്പോൾ പ്രൗഢി ഒന്നുമില്ല, ചാക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് ദാവീദ് വന്നിരിക്കുന്നത്. ഓക്കെ, ചണവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എത്രയും തന്നെ എളിമപ്പെടുത്താമോ, എത്രയും തന്നെ താഴ്ത്താമോ, അല്ലെങ്കിൽ അത്രയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ഇതിലിരുന്ന് തൻ്റെ വസ്ത്രവിധാനത്തിലിരുന്ന് എല്ലാ മേഖലകളിലും എത്രത്തോളം ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിക്കാമോ, അത് സമർപ്പിക്കാമോ, അപ്രകാരം സമർപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ടാം ഭാഗത്തിൽ ഈ പെട്ടകം ചുമക്കുവാനായിട്ട്, പെട്ടകം കൊണ്ടുപോകുവാനായിട്ട് ദാവീദ് കടന്നു വരുന്നത്. നോക്കിക്കേ, അമ്മൻ ഇപ്രകാരമുള്ള ഒരു സമർപ്പണമാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രൗഢിയോ, നമ്മുടെ ഗമയോ, അല്ലെങ്കിൽ നമ്മുടെ അപ്രകാരമുള്ള ലൗകികമായ കാര്യങ്ങളോ, കാരണം ഇതൊക്കെ നൽകിയത് കർത്താവാണ്. ഈ നന്മകളൊക്കെ, ഈ പ്രൗഢിയൊക്കെ നമുക്ക് നൽകിയത് കർത്താവാണ്. നോക്കിക്കേ, തേജോമയനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ പ്രൗഢി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. രാജാവായ ദാവീദ് അവൻ്റെ വസ്ത്രം ഒന്നുമില്ല, അവൻ്റെ ആ കോസ്റ്റ്യൂംസ് ഒന്നും ആ പ്രഭയുടെ മുൻപിൽ ഒന്നുമില്ല. അത് ദാവീദിന് മനസ്സിലായപ്പോൾ അവനൊരു ചാക്ക് വസ്ത്രമെടുത്ത് ധരിച്ചുകൊണ്ട് തന്നെത്താൻ സമർപ്പിതനായി ഈ പെട്ടകം കൊണ്ടുപോകുവാനായിട്ട് വരുന്നത് കാണുവാനായിട്ട്. അടുത്ത ഭാഗം എല്ലാ വാക്യങ്ങളും എടുത്ത് പറയുവാൻ സമയമില്ല. അതിൻ്റെ കണ്ടന്റ് ഞാൻ ഹല്ലേലൂയ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുക. അടുത്തത് നോക്കിക്കേ, നേരത്തെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ദാവീദ് ഈ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഗംഭീര ശബ്ദത്തോടുകൂടെ, കാഹളത്തെക്കുറിച്ച് പറയുന്നത്, കാഹളത്തോടുകൂടെ ഗംഭീര ശബ്ദത്തോടുകൂടെ പെട്ടകത്തിൻ്റെ മുന്നിൽ പാടി ആരാധിക്കുകയാ. സ്തോത്രം. നോക്കി, ആധുനികതയൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ സത്യത്തിലും ആത്മാവിലും ദൈവവചനപ്രകാരം ആരാധിക്കുന്ന ദൈവം മക്കളെയാണ് ദൈവം തൃക്കൺ പാർക്കുന്നത്. നോക്കിക്കേ, സ്തോത്രം. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുവാൻ കഴിയും എന്താണെന്നറിയാമോ? അതിൽ ആധുനികവൽക്കരണം, അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പല പരിപാടികളാണ്. എന്നാൽ ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് വ്യവസ്ഥപ്രകാരം ആരാധിക്കുന്നവനെയാണ് നോക്കുന്നത്. ദാവീദ് നോക്കിക്കേ, ഇവിടെ പറയുന്നു, അവൻ ഹല്ലേലൂയ ഗംഭീര സ്വരത്തോടുകൂടെ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. അത്യുച്ചനാദത്തോട് ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. കൈത്താളങ്ങളോട് ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. അതുമാത്രമല്ല, ദാവീദ് പറയുന്നു, കാഹളത്തോട് കൂടെ ദൈവത്തെ ആരാധിക്കുകയാണ്. നോക്കിക്കേ, അങ്ങനെ ഹല്ലേലൂയ വ്യവസ്ഥ പ്രകാരം പെട്ടകം കൊണ്ടുവരുവാനായിട്ട് ദാവീദ് തയ്യാറായി എന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ദാവീദ് ആ പെട്ടകത്തിൻ്റെ മുന്നിൽ കാണാൻ കഴിയുന്നത് മുഴുബലത്തോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ ആരാധിക്കുന്ന ഒരു ദാവീദിനെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതിനു മുൻപ് അങ്ങനെ ആരാധിക്കുന്ന ദാവീദല്ല, അല്ലെങ്കിൽ മ്യൂസിക്കിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുന്ന ദാവീദാണ്. എന്നാൽ ദൈവത്തിന് മുൻപാകെ അപ്രകാരമുള്ള മാനുഷികമായ ഒരു നടനമല്ല, ഒരു നാട്യമല്ല ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുൻപാകെ ആരാധിക്കുന്ന ദൈവവിതലയാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദാവീദ് വളരെ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ആരാധിച്ച് ഈ പെട്ടകം ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഒരു പ്രശ്നവും യെരൂശലേം നഗരത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, ഹല്ലേലൂയ. അവിടെ കൊണ്ടുവന്നു. ആ പെട്ടകം അതിൽ വെക്കേണ്ട കൂടാരത്തിൽ കൊണ്ടുവന്നു, പെട്ടകം വെച്ചു. വരുന്ന വഴി നമുക്കറിയാം, മീഖൾ കിളിവാതിലൂടെ നോക്കിയിട്ട്, അയ്യോ, ഇസ്രായേലിന് രാജാവായ ഈ ദാവീദ് നോക്കിക്കേ, ഇവനെ തന്നെ ഇങ്ങനെ കേവലപ്പെടുത്തി, ശ്രദ്ധിക്കണം, അവന് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ചിന്തിച്ച് അവളിങ്ങനെ
അവിടെ പ്രസ്റ്റീജ് വളരെ ഇതാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കിക്കേ, എന്നാൽ ദാവീദിന് ഇപ്പോൾ അറിയാം പ്രസ്റ്റീജ് ഒന്നും ദൈവത്തിന് മുമ്പാകെ പ്രസ്റ്റീജ് ഒന്നും ഒരു പ്രസ്റ്റീജേ അല്ല. ആമേൻ, ഇതൊന്നും ഒരു ദൈവത്തിൻ്റെ മുൻപാകെ ഇതൊന്നും വില പോകത്തില്ല. ആമേൻ, എൻ്റെ എന്താ പറയുന്നത്, ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവത്തിന് മുമ്പാകെ വില പോകുന്നില്ല. കാര്യം, അവൻ രാജാതി രാജാവാണ്, അവൻ സർവ്വശക്തനാണ്, അവൻ സർവ്വജ്ഞാനിയാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവനാണ് എനിക്കിതെല്ലാം നൽകിയത്. ഓക്കെ, മീഖലിനോട് പറയുമ്പോൾ ദാവീദ് പറയുന്നത്, ഇതെല്ലാം നിൻ്റെ അപ്പനെ മാറ്റി ഇതെല്ലാം എനിക്ക് തന്നത് എൻ്റെ ദൈവമാണ്. അപ്പോൾ ആ എനിക്ക് ദാനമായിട്ട് ഇതെല്ലാം തന്ന ദൈവത്തിന് മുമ്പാകെ ഞാൻ എന്ത് പ്രസ്റ്റീജ് കാണിക്കാനാണ്? നമ്മുടെ പ്രസ്റ്റീജ് കാണിക്കേണ്ട സ്ഥലമല്ല ദൈവസന്നിധി. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. എത്രത്തോളം നമ്മളെ വിധേയപ്പെടുത്താമോ, എത്രത്തോളം നമ്മളെ താഴ്ത്താൻ പറ്റുമോ, അത്രത്തോളം നമ്മളെ സമർപ്പിക്കപ്പെടാൻ പറ്റുന്നോ അത് അങ്ങനെ സമർപ്പിക്കപ്പെടേണ്ട സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നോക്കി, ദാവീദ് പെട്ടകം കൊണ്ടുവച്ചു, അവിടെ തൻ്റെ ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം തൻ്റെ ജനത്തെ മുഴുവൻ താൻ അനുഗ്രഹിച്ചു. താൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, താൻ സക്സസ്ഫുള്ളാണ്. ദാവീദ് വളരെ സന്തോഷവാനാണ്. നോക്കിക്കേ, ആദ്യത്തെ ആ അവസ്ഥയിൽ നിന്ന് താൻ എത്രത്തോളം തൻ്റെ ജീവിതത്തിൽ താൻ വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തൻ്റെ ജനത്തിന് മുൻപാകെ, കുടുംബത്തിന് മുൻപാകെ തൻ്റെ ജീവിതത്തിൽ താൻ ജയിച്ച് മുന്നോട്ട് വരുവാൻ കാരണമായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരേ ഒരു ചോദ്യം, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ എങ്ങനെ ഈ പെട്ടകത്തെ ചുമക്കണം, എങ്ങനെ ഈ പെട്ടകത്തെ ഞാൻ കൊണ്ടുപോകണം? ഹല്ലേലൂയ. ആ ഒരു ചോദ്യമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ദാവീദ് തൻ്റെ ജനത്തിന് വലിയ വിരുന്ന് കഴിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ ദാവീദ് സക്സസ് ആയിട്ട് ഈ പെട്ടകത്തെ യെരൂശലേമിൽ കൊണ്ടുവന്ന് അതിനൊരുക്കിയ സ്ഥലത്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെയും മീഖൽ ഹല്ലേലൂയ പരിഹസിച്ച, ദൈവത്തെ പരിഹസിച്ച, അഭിഷക്തനെ പരിഹസിച്ച, ആരാധനയെ പരിഹസിച്ച മീഖലിൻ്റെ അവസ്ഥ എന്നാണെന്നറിയാമോ? മീഖൽ ആമേൻ വചനം പറയുന്നു, ആമേൻ, അവൾ മരിക്കുന്നിടം വരെയും ഒരു തലമുറ അവൾക്കുണ്ടായില്ല. നോക്കിക്കേ, അല്ലെങ്കിൽ അവൾ ദൈവത്തെ പരിഹസിച്ചപ്പോൾ, ആരാധനയെ പരിഹസിച്ചപ്പോൾ, ആരാധിക്കുന്നവനെ പരിഹസിച്ചപ്പോൾ, അവിടെ നന്മയെ, അവിടെ ഗർഭഫലത്തെ, അവിടെ ഹല്ലേലൂയ കുടുംബത്തെ, അല്ലെങ്കിൽ അവിടെ തലമുറയെ, അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കണം നന്മയെ ദൈവം അവിടെ തടഞ്ഞു, ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാനസാന്തരപ്പെട്ട ഹല്ലേലൂയ ദാവീദിന് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ മാനസാന്തരപ്പെടാതെ അഭിഷക്തനെയും ആരാധനയെയും കുറ്റം പറഞ്ഞ മീഖലിൻ്റെ നന്മയെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി. ഹല്ലേലൂയ എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ 50-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് പോലെ ആമേൻ, ദൈവം മൗനമായിരിക്കുന്നുകൊണ്ട് നമ്മൾ ആമേൻ, നമ്മളെ പോലെ ഉള്ളവനാണ് ദൈവമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കോപിച്ചാൽ അവൻ്റെ മുൻപിൽ ആർക്കും നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ജീവിതം പരാജയമായിട്ട് മാറും. ഹല്ലേലൂയ. നമുക്ക് പല ഭാരങ്ങൾ, പല പ്രശ്നങ്ങൾ, പല നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയായും. എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ അവൻ നമ്മളെ ജയകരമായി വഴി നടത്തുവാൻ അവൻ മതിയായ കർത്താവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ രണ്ട് ഭാഗവും നിങ്ങൾ ഈ ചാനലിലൂടെ കാണുകയും ആമേൻ അനേക പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ.